അത്യപൂർവം ആളുകൾക്ക് മാത്രമേ നൂറ്റാണ്ടിൽ ഒരു സമ്മേളനത്തിൽ നടത്താൻ കഴിയുള്ളൂ, അല്ലെ പങ്കെടുക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മളൊക്കെ അതിന് ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അങ്ങനെ അവിടേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ, വർഷത്തിൽ പങ്കെടുക്കാനും അത് വിജയിപ്പിക്കാനൊക്കെ ഉള്ള തോഫിയൊക്കെ നമുക്കൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നടത്താം, അതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ നടത്തുന്നത്. ഓൾക്ക് ഒത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒരു അധ്യക്ഷനാവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു അംഗീകാരവും ജന്മത്തിലെ അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സുഹൃത്തും ഒക്കെ. കാരണം ഒരധ്യക്ഷനല്ലേ ഉണ്ടാവുള്ളൂ, അതിനെല്ലാവർക്കും കൂടി കിട്ടൂലല്ലോ. 100 തേച്ചവർക്ക് ആഘോഷിക്കാലോ. നമ്മൾ 100 തേഞ്ഞവരാണ്, നമ്മളത് ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ 100 തേക്കാൻ. പിന്നെ 100 തേഞ്ഞവർ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും, ഒഴിവായി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലോ. അത് പറഞ്ഞില്ലെങ്കിൽ എന്താ പിന്നെന്തിനാ സംഘടന നിലകൊള്ളുന്നു? സംഘടനയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാമതാണല്ലോ. ആ വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെ സ്വതന്ത്ര സംഘടനയല്ലേ, അത് വേറെ ആരെങ്കിലും കയറിട്ട് പിടിച്ചുകൊണ്ട് പോകണ സംഘടന അല്ലല്ലോ. അതിനാർക്കെങ്കിലും നിയന്ത്രിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്വാഭാവികമായിട്ടൊരു സംഘടനയുടെ ഒരു ഭാരവാഹിത്വം അല്ലെ ചുമതലയൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് താങ്കൾ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു മാറ്റി നിർത്താൻ തന്നെ? നമുക്കിവിടെ ആരെങ്കിലും കൊണ്ടുകൊണ്ട് മാറ്റി എവിടെയെങ്കിലും മോനി കൊണ്ടാക്കാൻ പറ്റും? ഇത് ഇന്ത്യ രാജ്യമല്ലേ. പിന്നെ മനുഷ്യരിപ്പോൾ എല്ലാവരും ഒരേ മാതിരിയല്ലല്ലോ. ചിലർ സംഘർഷത്തിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലർ സംഘർഷം കൊണ്ട് നേട്ടം ഉണ്ടാക്കുന്നവരുണ്ടാവും, ചിലർ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ അത് സംഘർഷം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിൻ്റെ പേരും ക്രെഡിറ്റൊക്കെ നമുക്ക് വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. ഒരു സംഘടന മികച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് അസൂയക്കാരുണ്ടാവും, അവരെ ആ മികവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടാവും. നമ്മൾ പ്രചരണത്തിന് ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മളെ പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ അതിൻ്റെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ജൂൺ 26 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനമാണ്. നമുക്കൊക്കെ ഏറെ സന്തോഷവും അഭിമാനവും പകരുന്ന ഒരു ദിവസമാണ്. ഒരുപക്ഷെ സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം കാസർഗോഡ് കുനിയയിൽ നടക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുൻപുള്ള അവസാനത്തെ ഒരു വാർഷിക ദിനാചരണം കൂടിയാണ് ഇന്ന്. ഈ ഒരു സവിശേഷമായ ദിവസത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ മഹാനായ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവർകൾ സുപ്രഭാതം ഓൺലൈനോടൊപ്പം സമസ്തയുടെ ഭാവി പദ്ധതികൾ, സമ്മേളനങ്ങൾ, ആശയം, നയം എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ചേരുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. തങ്ങൾ നമ്മളിപ്പോൾ സമ്മേളനത്തിന് തൊട്ട് മുൻപുള്ള ഒരു വാർഷിക ദിനത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അയവിറക്കുന്നത്? ഈ രാജ്യത്തുള്ള ജനങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് മനസ്സിലാക്കിയതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ച്. ഈ 100 വർഷക്കാലം ഇവിടെ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം, ഇവിടുത്തെ മതസൗഹാർദ്ദം, ഇതൊക്കെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടിട്ട് ജനങ്ങളിൽ എന്തെങ്കിലും നിലക്കുള്ള മോശമായ ചിന്താഗതികൾക്കോ പ്രവർത്തനങ്ങൾക്കോ നേതൃത്വം കൊടുക്കാതെ നന്മകൾക്ക് മാത്രം നേതൃത്വം കൊടുത്തുകൊണ്ട് 100 വർഷം ഇവിടെ തികക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനൻ്റെ ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ ഇങ്ങനെ 100 വർഷം തികച്ച സംഘടനകൾ വളരെ അപൂർവമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഈ രാജ്യത്തുള്ള എല്ലാവരും ഉൾക്കൊണ്ട ഒരു സംഘടനയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായ നിലക്ക് നേതൃത്വം നൽകുകയും അവരെ വിശ്വാസങ്ങൾ, അവരെ കർമ്മങ്ങൾ, അവരെ ആചാരങ്ങളൊക്കെ മഹാനാവുന്ന നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മലക്ക് ജിബ്രഈൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധമാവുന്ന നിയമസംഹിതകൾ അഥവാ ഈ ശരീഅത്ത്, അതിന് ഒരു വള്ളിക്കും പുള്ളിക്കും യാതൊരു നിലക്കുള്ള വ്യത്യാസങ്ങളില്ലാതെ പ്രവാചകരിൽ നിന്ന് വിശുദ്ധമായ ഒരു സമൂഹമാണ് അതിനെ സ്വീകരിച്ചത്, അഥവാ സ്വഹാബത്ത്. ആ സ്വഹാബത്തിൽ നിന്ന് അവരെ പിന്തുടർന്ന താബീയങ്ങൾ, താബീയങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മളിലേക്ക് എത്തിയ ഈ വിശുദ്ധമാവുന്ന ഒരു പരമ്പര, വളരെ വിശുദ്ധമായ പരമ്പര. ആ പരമ്പരയിലുള്ള ഈ പരമ്പര നമ്മളിലേക്ക് എത്തിച്ചു തന്ന അതിൻ്റെ മഹാന്മാരെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഓരോരുത്തരുടെ ചരിത്രവും അവരെ പ്രസവിക്കപ്പെട്ടോളം മുതൽ അവരെ മരണം വരെയുള്ള ചരിത്രങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും മോശമാവുന്ന പ്രവൃത്തികളോ ചിന്താഗതികളൊക്കെ ഉള്ള ആളുകൾ ആ പരമ്പര പരിശോധിച്ച് നോക്കിയാൽ അത് കാണാൻ സാധ്യമല്ല. അപ്പോൾ അത്രയും വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ട ഈ ആശയാദർശങ്ങൾ, ഈ നിയമസംഹിതകൾ, ഈ ആചാര കർമ്മ വിശ്വാസപരമായ കാര്യങ്ങൾ ഇതിവിടെ സംരക്ഷിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ സന്തോഷിപ്പിക്കണമെന്ന്. അവരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. ആ മതപരമായ കാര്യങ്ങൾ അടിസ്ഥാനപരമായി അതിന് പോറലേൽക്കാതെ സംരക്ഷിക്കപ്പെടണമല്ലോ. ആ സംരക്ഷണം സമസ്ത കേരള ജമിയത്തുൽ അവിടെ നടത്തിയിട്ടുണ്ട് ഇന്നേ വരെ. അത് വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധ ശരീഅത്തിനെ അല്ലാഹുയാവുന്ന ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. അതിന് ഈ ദുനിയാവ് നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അതിനെ സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്തി പോകാനുള്ളതായ സർവ്വ സംവിധാനങ്ങളും ഓരോ കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. അതിൽ നിന്ന് മഹാനാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൻ്റെ ശേഷം സഹാബത്ത് ചെയ്തത്, നബി ചെയ്ത ആ സംരക്ഷണം, സഹാബത്തിൻ്റെ ശേഷം അവരുടെ ശിഷ്യന്മാരാവുന്ന താബീയങ്ങൾ, അവരെ ശിഷ്യന്മാർ തുടങ്ങി ഇന്ന് നമുക്ക് ഇത് ഏൽപ്പിച്ച നമ്മളെ മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാർ, നമ്മളെ മശായിഖന്മാർ, അവരൊക്കെ ചെയ്തത് ഇതിൻ്റെ സംരക്ഷണമാണ്. അപ്പോൾ ആ സംരക്ഷണം ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നതാണ്. അപ്പോൾ ആ സംവിധാന രൂപത്തിൽപ്പെട്ട അതിൻ്റെ ഒരു മാർഗ്ഗമാണ് സംഘടിതമായ നിലക്കുള്ള സംരക്ഷണം. അപ്പോൾ സംഘടിതമായ നിലക്കുള്ള സംരക്ഷണം ആവശ്യമാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മഹത്തുക്കളാവുന്ന സാദാത്തുക്കളും പണ്ഡിതന്മാരും അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സംഘടിതമായി കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അവർ ഒരുക്കി. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ. അത് ഇവിടെ 100 വർഷം കഴിഞ്ഞു. ഈ 100 വർഷത്തിനിടയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ അവരെ മതം സംരക്ഷിക്കപ്പെടുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് മറ്റുള്ള മതക്കാർ യഥാർത്ഥ ഒരു മുസ്ലിം ഇവിടെ ഉണ്ടായിത്തീരാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഒരു വിശ്വാസി ഇവിടെ ഉണ്ടായിത്തീർന്നാൽ അത് വിശുദ്ധമാവുന്ന ഇസ്ലാം മതത്തിനെ പറ്റി മനസ്സിലാക്കണവർക്കറിയാം. അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ
മറ്റുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ എല്ലാ ജനങ്ങളോടും വളരെ സൗമ്യതയിൽ അവർക്ക് ജനങ്ങൾക്കെന്ന് മാത്രമല്ല ലോകത്തുള്ള അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികൾക്കും ആ സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ മുഴുവനും ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിം ഉണ്ടായി തീർന്നാൽ മറ്റ് മതസമൂഹങ്ങളോട് അവർക്കുള്ള അവർ ചെയ്യേണ്ട കടപ്പാടുകളൊക്കെ പൂർണ്ണമായി നിർവഹിക്കുന്നവനായിരിക്കും യഥാർത്ഥ ഒരു മുസ്ലിം. മറ്റുള്ള മതങ്ങളോടും ആ നിലക്കുള്ള രീതിയിൽ പെരുമാറുന്നവനായിരിക്കും. കടപ്പാടുകളും അതിനുള്ള ഓരോ മതങ്ങളും ആ മതങ്ങളെ അപമാനിക്കാതെ ആ മതങ്ങളൊക്കെ ഉള്ളതായ അതിന് കൽപ്പിക്കപ്പെടേണ്ട ആ നിലക്കുള്ള അതിൻ്റെ ആ എന്ത് പറയും നമ്മളതിന് അതിൻ്റെ ആ റെസ്പെക്റ്റ് അത് നിലനിർത്തിക്കൊണ്ട് ആയിരിക്കും ഒരു മുസ്ലിം മറ്റുള്ള മതക്കാരോട് പ്രവർത്തിക്കുക. അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ചെന്നപ്പോൾ മദീനത്തുള്ള യഹൂദികളുമായിട്ട് ചില കരാറുകളൊക്കെ ഉണ്ടായി. മക്കത്ത് മുശ്രിക്കീങ്ങളോട് ചില കരാറുകളൊക്കെ ഉണ്ട്. അതൊക്കെ പൂർണ്ണമായി നബി പാലിച്ചു. മദീനത്തൊന്നും അത് ഇസ്ലാമിക ഭരണം നടപ്പിൽ വന്നപ്പോൾ ഇനി അത് പാലിക്കപ്പെട്ടില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. പക്ഷേ അങ്ങനെയല്ല റസൂൽ ചെയ്തു. അത് പരിഗണിച്ചു, അത് പാലിച്ചു. അവരോടുള്ള ആ പിന്നെ ഉടമ്പടികളൊക്കെ പൂർണ്ണമായും കൊണ്ടിട്ട് അത് നിറവേറ്റി. അപ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ സ്വഭാവം ഇതായിരിക്കും. മറ്റുള്ള മനുഷ്യരോടൊന്നും മാത്രമല്ല, ഇവിടുത്തെ അള്ളാഹുവിൻ്റെ എല്ലാ ജീവജാലങ്ങളോടും ജീവനില്ലാത്ത ഇവിടുത്തെ മറ്റുള്ള വസ്തുക്കളോടൊക്കെ ഒരു മുസ്ലിം പെരുമാറേണ്ട ചില പെരുമാറ്റ രീതികളുണ്ട്. അവൻ ചെയ്തു കൊടുക്കേണ്ടതായ ചില കടപ്പാടുകളുണ്ട്. അതൊക്കെ പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ഒരു യഥാർത്ഥ മുസ്ലിം ജീവിക്കുക. അപ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിമിനിക്ക് ആവശ്യമാവുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവനക്കുള്ള മാർഗദർശനമൊക്കെ ചെയ്യുന്ന ഒരു സംഘടന ആയതുകൊണ്ട് ആ സംഘടനയെ 100 വർഷം വിലയിരുത്തി ഇവിടുത്തെ ആളുകൾ. ഓരോ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചവരും ആ സംഘടനയുടെ അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പോക്കൊക്കെ എങ്ങനെയാണെന്ന് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നതായ ഒരു സംഘടനയായതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാറി. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ള ഏറ്റവും വലിയ അതിൻ്റെ ഒരു അംഗീകാരം. എല്ലാ ജനങ്ങളും അംഗീകരിക്കുക. അള്ളാഹുവിൻ്റെ സർവ്വ സൃഷ്ടികളോടുള്ളതായ എല്ലാ കടപ്പാടുകളും നിർവഹിക്കുന്നതായ ആളുകൾ അവിടെ ഉണ്ടാക്കി തീർക്കുക. അതോടുകൂടി സൃഷ്ടാവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ആ സൃഷ്ടാവ് കൽപ്പിച്ചതനുസരിച്ച് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അനുയായികളോട് കൽപ്പിക്കുക. അന്നേക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയ. അതോടൊപ്പം ഈ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. അപ്പോൾ മതപരമായ വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് വിശുദ്ധ ശരീഅത്ത് പിന്നെ അംഗീകരിക്കണ ശരീഅത്തിനെതിരല്ലാത്ത ഏതെല്ലാം വിദ്യാഭ്യാസ രീതികളുണ്ടോ ആ രീതികളെ മുഴുവനും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് പഠിക്കാൻ ആവശ്യമുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിട്ട് ആ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ പ്രവർത്തിക്കണം, ചാരിറ്റി മേഖലയിൽ അങ്ങനെ പ്രവർത്തിക്കണം, ആരോഗ്യ മേഖലയിൽ അങ്ങനെ പ്രവർത്തിക്കണം. മറ്റുള്ള ജനങ്ങളുടെ വിഷമങ്ങളും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് അത് ജാതി മതഭേദമന്യേ അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. അങ്ങനെയുള്ള ഒരു അയൽവാസിയാണെങ്കിൽ അയൽവാസി ഏത് മതക്കാരനെന്നല്ല നമ്മൾ നോക്കേണ്ടത്. ഏത് മതക്കാരനാണെങ്കിലും അവൻ നിൻ്റെ ശത്രുവാണെങ്കിലും നിൻ്റെ സുഹൃത്താണെങ്കിലും അവൻ വലിയവനാണെങ്കിലും അവൻ ചെറിയവനാണെങ്കിലും അവൻ ധനാഢ്യനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അവൻ വിവരമുള്ളവനാണെങ്കിലും അതല്ല വിവരമില്ലാത്തവനാണെങ്കിലും അവൻ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ അവൻ നിൻ്റെ നാട്ടുകാരനാവട്ടെ അന്യനാട്ടുകാരനാവട്ടെ അവനെ നീ ഒരു അയൽവാസി എന്നുള്ള നിലക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കടപ്പാടുകളൊക്കെ നീ അവനക്ക് ചെയ്തു കൊടുക്കണം. ഈ 100 വർഷം ഈ ആശയത്തിലൊക്കെ ഊന്നി സമസ്ത ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇവിടെ വരെ എത്തി.
ഇതിനിടയിൽ ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ സമസ്ത നേരിട്ടിട്ടുണ്ട്. അതുണ്ടാവുമല്ലോ, അതുണ്ടാവണമല്ലോ. ഒരു മികവുള്ള സംഘടന ആകുമ്പോൾ എപ്പോഴും മാങ്ങള്ള മാവിനിൽ ഏറുണ്ടാവുള്ളൂ. അപ്പോൾ എന്നതുപോലെ ഒരു സംഘടന മികച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് അസൂയക്കാരുണ്ടാവും, അവരെ ആ മികവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടാവും. അങ്ങനെ ഇന്നും ഉണ്ട്. അത് എന്നും ഉണ്ടാവാം. അതൊരു ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ച കാലം മുതൽ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണ ഒന്നാണത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയൂല. അപ്പോൾ വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ സമസ്ത ആദർശത്തിലൂന്നിയാണ് സമസ്തയുടെ പ്രയാണങ്ങൾ അത്രയും. ഈ ഒരു ആദർശം പറയരുത്, അല്ലെ സമസ്ത പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് പലപ്പോഴും എതിർപ്പുകൾ സമസ്ത കേൾക്കേണ്ടി വരികയും ചെയ്യുകയാണ്. അങ്ങനെ ആർക്കും കയറിടാൻ പറ്റില്ലല്ലോ സമസ്തനെ. ആ വിഷയത്തിൽ എന്താണ് ജനങ്ങളോട്? സ്വതന്ത്ര സംഘടനയല്ലേ അത്, വേറെ ആരെങ്കിലും കയറിട്ട് പിടിച്ചു കൊണ്ടുപോകണ സംഘടന അല്ലല്ലോ. അതിനാർക്കെങ്കിലും നിയന്ത്രിക്കാനും പറ്റില്ലല്ലോ. സമസ്തൻ്റെതായ തീരുമാനങ്ങളും അതിൻ്റെ നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയിൽ വെച്ചുകൊണ്ട് തീരുമാനിക്കപ്പെടും. അത് അതിൻ്റെ മറ്റുള്ള പോഷക സംഘടനകളൊക്കെ നടപ്പാക്കുകയും ചെയ്യും. എന്നതുപോലെ തന്നെ ആദർശം അന്ന് മുതലല്ല, ഈ സംഘടന ഇവിടെ സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ തന്നെ ആദർശം പറയലെടുത്തിട്ടുണ്ട്. അത് വിശുദ്ധമാവുന്ന ഇസ്ലാം ദീൻ ഇവിടെ വന്നന്ന് മുതൽ തന്നെ ആദർശമല്ലേ പറയണത്, അതിൻ്റെ തുടർച്ചയല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആദർശം ഇവിടെ എന്നും പറയും. ആദർശം പറയുന്നത് ആർക്കും എതിർക്കാനും പറ്റില്ല, ആർക്കും അതിനെ നിയന്ത്രിക്കാനും പറ്റില്ല. അതിന് ആരെങ്കിലും നിയന്ത്രിക്കപ്പെടേണ്ടതോ എതിർക്കപ്പെടേണ്ടതോ ഒന്നും തന്നെയല്ലോ. എതിർപ്പ് നിയന്ത്രണമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ സമസ്തയുള്ള ജമിയത്തുൽ ഉലമ ആദർശം പറഞ്ഞതിനെ നിയന്ത്രിക്കപ്പെടാനോ അതിനെ എതിർക്കാനോ ആർക്കും സാധ്യമല്ലത്. കാരണം അത് സ്വതന്ത്രമായ ഒരു സംഘടന ഉണ്ട്. അത് വീണ്ടും കൂടുതൽ അതെപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ. അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്താ, പിന്നെന്തിനാ സംഘടന നിലകൊള്ളുന്നു? സംഘടനൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാമതാണല്ലോ ആദർശവും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ, ഇതൊക്കെ സമസ്ത സംഘടന ലക്ഷ്യങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ആദർശം എന്നുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ ഈ വഹാബി, തബ്ലീഗ് ജമാഅത്ത്, അതുപോലെ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളൊക്കെ സമസ്തയെ ആശയപരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന, അത് എതിർക്കണമല്ലോ അവർ മനസ്സിലാക്കുന്നത് അവർ പറഞ്ഞത് ശരിയെന്നല്ലേ. അപ്പോൾ അവർ എതിർക്കണമല്ലോ. എതിർക്കണമെങ്കിൽ അവരെ പിന്നെ അവർ പിരിഞ്ഞിക്കണീന് അവർ വേറെ സംഘടനയായി അതിനൊന്നും അർത്ഥം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എതിർക്കണം. അവരെ നമ്മൾ എതിർക്കും. ഈ മുൻപൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെയൊക്കെ വളരെ കർശനമായിട്ട് മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് അതിനെയൊക്കെ ഒരു ആശയപരമായിട്ടൊന്നും അങ്ങനെ തന്നെയല്ല. നമ്മൾ അവരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആരെങ്കിലും കൊണ്ടുകൊണ്ട് മാറ്റി എവിടെയെങ്കിലും മോനി കൊണ്ടാക്കാൻ പറ്റുമോ? ഇത് ഇന്ത്യ രാജ്യമല്ലേ. ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരെ ആശയം ആദർശമൊക്കെ ആയിട്ട് പ്രവർത്തിക്കാമല്ലോ. നമ്മൾ സമസ്തയുള്ള ജമിയത്തുൽ ഉലമ ആദർശപരമായി ജമാഅത്തെ ഇസ്ലാമിനോട് എതിർപ്പുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിനോട്, തബ്ലീഗിനോട്, ഇതൊക്കെ ആദർശപരമായ വിരോധങ്ങളാണ്. മനസ്സിലായില്ലേ? അതിന് നമ്മൾ ആദർശം പറയും, അവരാദർശത്തെ നമ്മൾ ഗണ്ണിക്കും, അതിന് നമ്മൾ എതിർക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അവർക്ക് കൂടുതൽ സ്പേസുകൾ കിട്ടുന്നതിനെ കുറിച്ചുള്ളൊരു ആശങ്ക എന്താണ്? അത് നമുക്ക് ആശങ്കയൊന്നുമില്ല. അവർക്ക് സ്പേസ് കിട്ടാതിരിക്കട്ടെ. വേറുള്ളവർക്ക് സ്പേസ് കിട്ടുന്നു കിട്ടാതിരിക്കണമെന്ന് നമ്മളെ പിന്നെ അത് നോക്കലല്ലോ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞത്. ഈ ഞാൻ സന്ദർഭോചിതമായിട്ടൊന്നും ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയമായിട്ടൊക്കെ ഇപ്പം കൂടുതൽ അവർക്കൊരു അതൊക്കെ ഞാൻ മുമ്പ് അതിന് മറുപടി പറഞ്ഞിരിക്കണമല്ലോ. അത് രാഷ്ട്രീയക്കാർ അവരും ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നയങ്ങളോട് യോജിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായിട്ട് അവർക്ക് എന്താകുക, സഖ്യമാവുകയോ അല്ലെങ്കിൽ സഖ്യമാവാതിരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതൊന്നും നമ്മളതിന് മറുപടി പറയേണ്ടതല്ല. അത് നമ്മളെ മേഖലയല്ല. നമ്മളിപ്പോൾ ഇത് സംസാരിക്കുമ്പം നമുക്ക് ഈ 100ാം വാർഷികം നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. സമസ്തയുടെ ഒരുപക്ഷെ അത്യപൂർവ്വം ആളുകൾക്ക് മാത്രമേ നൂറ്റാണ്ടിലെ ഒരു സമ്മേളനത്തിൽ നടത്താൻ കഴിയുള്ളൂ, അല്ലെ പങ്കെടുക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മളൊക്കെ അതിന് ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അങ്ങനെ അവിടേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ. 100ാം വാർഷികത്തിൽ പങ്കെടുക്കാനും അത് വിജയിപ്പിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നമുക്ക് സംസ്ഥയുടെ മുന്നിലുള്ള ഒരു 100ാം വാർഷികത്തിൻ്റെ ഒരു സ്വപ്നവും പദ്ധതികളും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഭാവി പദ്ധതികളൊക്കെ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണല്ലോ.
ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നല്ലേ. അതെ. അപ്പോൾ ഈ വിശുദ്ധമാവുന്ന ഈ ആദർശമായിട്ട് ഒരു നൂറ്റാണ്ട് ഇവിടെ പ്രവർത്തിച്ചു. ഇനി തുടർന്നുള്ള നൂറ്റാണ്ടുകളിലും ഈ ആദർശ വിശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രമേയമാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 100-ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ കാസർഗോഡിനടുത്ത് മുനിയിൽ പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട മൈതാനിയിൽ അത് നടത്തപ്പെടും. അവിടെ ബഹുമാനപ്പെട്ട ഷാർജയുള്ള ഒരു ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരനായ ഇബ്രാഹിം ഹാജി സാഹിബ് അവർ പ്രത്യേകമായി കൊണ്ട് അവിടുത്തെ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് അനുവദിച്ചു തരികയും അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. സമസ്തനെ സഹായിക്കുന്ന എല്ലാവർക്കും എല്ലാ മേഖലയിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ 2026 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ വലിയ പരിപാടിയോടുകൂടി കാസർഗോഡ് വെച്ചുകൊണ്ട് നടത്തപ്പെടും. സമ്മേളനത്തിൽ പ്രധാനമായി സമ്മേളന നഗർണിക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവും പ്രസിഡൻ്റൊക്കെ ആയിരുന്നു വരക്കൽ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഴവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. വലിയ മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, വലിയ സൂഫിയായിരുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖനായിരുന്നു. അവരെ ആ പുണ്യമായ നാമത്തിലാണ് സമ്മേളന നഗരി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗർ. പിന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് അതിന് ശേഷം ഇവിടെ വലിയ ഒരുപാട് പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ അവരിലൊക്കെ ഏറ്റവും പ്രമുഖനായിരുന്ന ദീർഘകാലം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കാര്യദർശിയായ വലിയ പ്രശ്നങ്ങളൊക്കെ അവരുടെ ആ കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ നിലപാടുകളിൽ ഉറച്ചതുകൊണ്ട് സധൈര്യം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ വേണ്ടതുപോലെ പ്രചരിപ്പിച്ച് അതിന് നേതൃത്വം നൽകിയ വലിയ മഹാന്മാർ പലരുണ്ട്. അതിൽപ്പെട്ട പ്രമുഖനാണ് മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ ഖുദ്ദസല്ലാഹു. അപ്പോൾ അവരെ നാമത്തിലാണ് അവിടുത്തെ പ്രവേശനത്തിൻ്റെ പ്രധാന കവാടം. അപ്പോൾ അത് രണ്ടും കൂടി കൂടുമ്പോൾ തന്നെ ആ സമ്മേളനത്തിൻ്റെ ഒരു പ്രൗഢി വളരെ വലുതായിരിക്കും. അത് ആ പഴയ പ്രതാപവും അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ വളരെ വലുതായിരിക്കും. പിന്നെ നമ്മൾ വിശ്വസിക്കണം, നമ്മളെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇത് ദീനിൻ്റെ സംഘടനയാവുമ്പോൾ ആ ദീനിൻ്റെ സംഘടനയോട് ബന്ധപ്പെട്ട ഇതുപോലുള്ള വലിയ സമ്മേളനങ്ങളും മറ്റൊക്കെ നടത്തപ്പെടുമ്പോൾ നമ്മൾ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാ തുടങ്ങി വലിയ മഹാന്മാരോടൊക്കെ അവരെ മുൻനിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യും. സിയാറത്ത് ചെയ്യാൻ കഴിയണതായ മഹാന്മാരുടെ മഖബറയിലൊക്കെ സിയാറത്ത് ചെയ്യും. അപ്പോൾ അതൊക്കെ കാരണം അവരെ ഒരു പ്രത്യേകമാവുന്ന ഒരു സഹായങ്ങളും അവരെ പ്രത്യേകമാവുന്ന ഒരു നോട്ടവും ഒക്കെ ഈ സമ്മേളനത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളവരാണ് നമ്മൾ. അപ്പോൾ അദൃശ്യമായ ഇപ്പോൾ ബദറിൽ പിന്നെ മലായികത്ത് സഹായിച്ചു എന്ന് പറഞ്ഞു എന്നതുപോലെ അവരെ സഹായങ്ങളൊക്കെ നമുക്കുണ്ടാവും. അത് മലായികത്തിൻ്റെ സഹായം അവിടെ ഉണ്ടാവും. ഇത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതും അതിൻ്റെ ഒരു പ്രൗഢി തന്നെയാണ്. പിന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഒരുപാട് പോഷക സംഘടനകളുണ്ട്. 14ഓളം പോഷക സംഘടനകൾ. ഈ പോഷക സംഘടനകൾക്കൊക്കെ ഒരുപാട് പോഷക സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 14 പോഷക സംഘടനകളുടെയും വ്യത്യസ്തമാവുന്ന പല പ്രോഗ്രാമുകളും പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാവും. അതല്ലാതെ അവിടെ ഉണ്ടാവും. അവരുടെ ചില സമ്മേളന നഗരിയിൽ അവരുടെ പല പ്രോഗ്രാമുകളും അതിനൊക്കെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതും അവിടെ ഉണ്ടാവും. പിന്നെ അതാണ് ഇപ്പോൾ 4 മുതൽ കുറച്ച് ദിവസങ്ങളൊക്കെ അന്നേക്ക് വർദ്ധിപ്പിക്കാനുള്ള കാരണം.
പിന്നെ പ്രചരണം എന്നുള്ളത് അത് നമ്മൾ പ്രചരണത്തിന് ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മളെ പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ അതിൻ്റെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രചരണത്തിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിൻ്റെ ഔദ്യോഗികമായ നിലക്കുള്ള അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ സ്വഭാവങ്ങളും അതിൻ്റെ രീതികളൊക്കെ അവർ അടുത്ത ദിവസത്തിനുള്ളിൽ വിവരിക്കും. അതനുസരിച്ച് പിന്നെയും നടക്കും. പിന്നെ പ്രചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ. അത് മംഗലാപുരം കൂട്ടാനുള്ള കാരണം മംഗലാപുരത്തിൻ്റെ ദക്ഷിണ കന്നഡയിലൊക്കെ നമ്മൾ കേരളത്തെ പോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടം വരെ ഒരു വലിയ സന്ദേശയാത്ര ഉദ്ദേശിക്കുന്നുണ്ട് നവംബറിൽ. തീയതികളൊന്നും നിശ്ചയിച്ചിട്ടില്ലെങ്കിലും അത് സമസ്തൻ്റെ അടുത്ത മുഷാവറയിൽ അതിൻ്റെ തീയതികളൊക്കെ നിശ്ചയിക്കപ്പെടും. അതൊക്കെ താത്വികമായി എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സന്ദേശയാത്രക്ക് ഓരോ ജില്ലകളിലും പിന്നെ വലിയ വലിയ സ്വീകരണങ്ങൾ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏർപ്പെടുത്തപ്പെടും. ജില്ലയിൽ ജില്ലാ നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിക്കൊണ്ട് മറ്റ് പോഷക സംഘടനകളുടെയും നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിക്കൊണ്ട് പ്രചരണങ്ങളൊക്കെ അങ്ങനെ നടത്തപ്പെടും. നമ്മുടെ ഇപ്പോൾ അവിടെ പിന്നെ ഈ പ്രചരണം തന്നെ നമ്മളിതൊരു ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാലും അത് കേരള ഇതര സ്റ്റേറ്റുകളിലും ഇന്ത്യൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മളെ മലയാളികളുടെ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിൽ ഇതിൻ്റെ പ്രവർത്തനമുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലും പല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമ്മളെ ആളുകളിലോട് ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കണം. UAE ഇമാറാത്തിൽ മുഴുവനും ശക്തമായ പ്രവർത്തനം. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് കൺട്രികളിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു ദേശീയമായ ഒരു പ്രചരണ ഉദ്ഘാടനം ദേശീയ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ വെച്ച് നടത്തണമെന്നും അന്തർദേശീയമായിട്ട് UAE വെച്ചിട്ട് ഒരു പിന്നെ പ്രചരണ ഉദ്ഘാടനം ആ സമ്മേളനത്തിൻ്റെ പ്രചരണ ഉദ്ഘാടനം അന്താരാഷ്ട്ര സ്വഭാവത്തിൽ ഡൽഹി പിന്നെ UAE വെച്ച് നടത്തുക. ഒരു ദേശീയ സ്വഭാവത്തിൽ പ്രചരണ ഉദ്ഘാടനം അതിനോട് ബന്ധപ്പെട്ട ഒരു ഒക്കെ ഡൽഹിയിൽ വെച്ച് ചെയ്യണമെന്നും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ തീയതികളും ഇതൊക്കെ മുഷാവറിൽ അംഗീകരിച്ചതിന് ശേഷം പ്രഖ്യാപിക്കപ്പെടും. അതോടൊപ്പം നമ്മുടെ 4 മുതൽ 8 വരെ നമ്മുടെ പദ്ധതികൾ നടക്കുക. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, മറ്റു പലതരത്തിലുള്ള പ്രമേയങ്ങൾ അതൊക്കെ ഉണ്ടാവും. ഏകദേശം നമ്മൾ എത്ര അംഗങ്ങളെയൊക്കെയാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്? എത്ര പേർക്ക് അവിടെ? അതെ, നമ്മളിപ്പോൾ ക്യാമ്പുകളിലൊക്കെ ഒരു 20,000 ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യാമ്പുകളിൽ അതുപോലെ അതിൻ്റെ വോളണ്ടിയർ വിങ് 3333 വോളണ്ടിയർ വിങ്. ഇതിൻ്റെ നമ്മളെ പല സംഘടനകൾക്കുള്ള സന്നദ്ധ വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും പ്രവർത്തിക്കണ ആളുകൾ, ഫിഖായ, ആമില തുടങ്ങി പലരും. അപ്പോൾ അവരിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 3333 വളണ്ടിയർമാരെ സജ്ജീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു സമ്മേളനമാകുമ്പം അതിനൊരുപാട് റിസോഴ്സുകളും ഒരുപാട് ആളുകളുടെ എഫേർട്ടും അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ സംസ്ഥയുടെ ഇപ്പോഴത്തെ ഒരു വിഷയത്തിൽ നമ്മളിതൊക്കെ സംസാരിക്കുമ്പോൾ ഇനി ആ പദ്ധതി പൂർത്തിയാക്കാൻ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടുകയും ഇനി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട ഒരു നാളാണ് ഈ 14 പോഷകങ്ങളും മഹല്ലുകളും. ഞാൻ പറഞ്ഞ ആഹ്വാനത്തിന് മുമ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആഹ്വാനം ചെയ്താൽ പിന്നെ പ്രവർത്തനം ഒന്നുകൂടി സജ്ജാവുമല്ലോ, ഒന്നുകൂടി അത് വളരെ ശക്തമായ നിലക്കുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. ഈ 100ാം വാർഷികത്തിൽ നമ്മൾ കൂടുതൽ പ്രഖ്യാപനങ്ങൾ അങ്ങനെയൊക്കെ പല പദ്ധതികളും നമ്മൾ ഉദ്ദേശിക്കലുണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ പുതുമ നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അത് അതിനോടനുബന്ധിച്ചുകൊണ്ട് പ്രഖ്യാപിക്കും. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടം വലിയ പ്രയാസങ്ങൾ കഴിഞ്ഞ 12 ദിവസമായിട്ട് ലോകരാഷ്ട്രീയത്തിലൊക്കെ നടന്ന ഒരു ഇറാൻ-ഇസ്രായേൽ യുദ്ധം പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഖത്തറിന് നേരെ വന്ന നമ്മൾ മലയാളികൾ ഉൾപ്പെടെ ഭയപ്പെട്ടു പോയ സാഹചര്യമൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരു സംഘർഷമില്ലാത്തൊരു ലോകം അതാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ആഗ്രഹിക്കണതും അങ്ങനെയാണ്. മനസ്സിലായില്ലേ? പിന്നെ മനുഷ്യരിപ്പോൾ എല്ലാവരും ഒരേ മാതിരിയല്ലല്ലോ. ചിലർ സംഘർഷത്തിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും,
ചിലർ സംഘർഷം കൊണ്ട് നേട്ടം ഉണ്ടാക്കുന്നവരുണ്ടാവും. ചിലർ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ അത് സംഘർഷം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിൻ്റെ പേരും ക്രെഡിറ്റൊക്കെ നമുക്ക് വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ലോകത്തിൻ്റെ സ്വഭാവമാണ്, അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ പിന്നെ ലോകത്തൊക്കെ സമാധാനം ഉണ്ടാവട്ടെ, എല്ലാ രാജ്യങ്ങളിലും സമാധാനം ഉണ്ടാവട്ടെ, എല്ലാ ജനങ്ങൾക്കും സമാധാനം ഉണ്ടാവട്ടെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലോ, സമാധാനത്തിന് ആഗ്രഹിക്കണം അതെന്നാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്, സമാധാനം. അപ്പോൾ സമാധാനവും സുരക്ഷയൊക്കെ ഇവിടെ വേണം. ഓരോ വിഭാഗങ്ങൾ, ഓരോ ജനങ്ങൾ അവർക്കുള്ള ആശയങ്ങളും അവരെ ആദർശങ്ങളും അവരെ മതങ്ങളൊക്കെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ ഇന്ത്യയിലുണ്ടല്ലോ. അപ്പോൾ അതുപോലെ എല്ലാവർക്കും എല്ലാ രാജ്യത്തും അതിന് സാധിക്കണം. അപ്പോൾ അതിന് ആരും തടസ്സം നിൽക്കാൻ പാടില്ല. അതൊക്കെ നമ്മളെ ആഗ്രഹങ്ങളാണ്. ഒരു സമാധാനമുള്ള ലോകമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ നമ്മളെ ഇവിടുത്തെ ഈ പിന്നെ സമാധാനം ഇല്ലാത്ത രാജ്യങ്ങളെ പറ്റി നമുക്ക് അറിയാമല്ലോ, എന്തെല്ലാം പ്രയാസങ്ങളാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടല്ലോ. അതോടൊപ്പം ഇന്നത്തെ ഒരു കേരളത്തിൻ്റെ ഒക്കെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് വന്നാൽ പുതിയൊരു തലമുറ വഴിതെറ്റി പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉൾപ്പെടെ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഉൾപ്പെടെ അതിൻ്റെ ക്യാമ്പയിനുമായിട്ട് ശക്തമായ നിലക്ക് നമ്മൾ അതിന് വേണ്ട പ്രവർത്തനം നടത്തണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ലഹരിക്കെതിരിൽ, മദ്യത്തിനെതിരിൽ, മറ്റുള്ളതായ പിന്നെ അധാർമിക പ്രവണതകൾക്കൊക്കെ എതിരിൽ. ഇത് ഇസ്ലാമിൻ്റെ ലക്ഷ്യവും തത്വമൊക്കെ അത് തന്നെയല്ലേ. ഇസ്ലാം ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ആ പ്രബോധനത്തിൻ്റെ പിന്തലമുറക്കാരനാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് നബി നടത്തുന്നത്. അപ്പോൾ കുറഞ്ഞ കാലഘട്ടം, അതിന് മുമ്പുള്ള ഇരുളി യുഗം എന്നൊക്കെ വിശ്വസിപ്പിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള അവസ്ഥകൾ നമുക്കറിയാമല്ലോ. കള്ള് കുടിക്കണ്, കള്ളിനെ പറ്റി പറയണ്, അവിടെ നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ പറ്റി പറയണ്, അവരെ വർണ്ണിക്കണ്, പിന്നെ സുന്ദരികളാവുന്ന സ്ത്രീകളുമായി കൊണ്ട് സല്ലപിക്കുന്നതിനെ പറ്റി പരസ്യമായി പറയണ്. ഇങ്ങനത്തെ ഒരു ജനങ്ങളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറഞ്ഞ കാലം കൊണ്ടിട്ട് അവരെ വലിയ മാറ്റങ്ങളവിടെ ഉണ്ടാക്കി തീർത്തത്. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ ലക്ഷ്യം തന്നെ എല്ലാ നിലക്കുള്ള അധാർമികതയിൽ എന്താവുക, ശബ്ദിക്കുക എന്നുള്ളതാണ്. അധാർമികത ഇവിടുന്ന് തുടച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ ഒരു ശ്രമം നമ്മൾ എന്നും നടത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾ ഇതിലൊക്കെ അടിസ്ഥാനപരമായി നമ്മൾക്കൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അത് ഈ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർ ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ ബഹുമാനം വേണം, ആദരവ് വേണം, വാപ്പനെ ബഹുമാനിക്കണം, വാപ്പൻ്റെ പ്രായക്കാരെ ബഹുമാനിക്കണം, അധ്യാപകന്മാരെ ബഹുമാനിക്കണം. അങ്ങനെയല്ലേ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ അവർ എന്തോ ഒരു വിഷയം ഒരു മുസ്ലിം സഹോദരനോട് ചോദിച്ച് പഠിച്ചപ്പോൾ അയാൾ പിന്നെ ബഹുമാനിച്ചിരുന്നു. അപ്പോൾ അധ്യാപകന്മാരെ ബഹുമാനിക്കണം, അധ്യാപകന്മാരെ സതീർത്ഥരെ നമ്മൾ ബഹുമാനിക്കണം, പ്രായം കൂടിയവരെ ബഹുമാനിക്കണം, പ്രായം കുറഞ്ഞവരെ സ്നേഹിക്കണം. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളാണല്ലോ. ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ മതത്തിൻ്റെ ആളുകളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ബഹുമാനം, ആദരവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് പാടെ ഇല്ലാതെയായിപ്പോയി. നമ്മളെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയണത് ഒരു വല്ലാത്തൊരു ജനറേഷനായി മാറിപ്പോയി. അപ്പോൾ ആർക്കും വഴിപ്പെടാതെ, ആർക്കും അനുസരിക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊക്കെ ധാർമ്മികമാവുന്ന പിന്നെ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിയണത്ര നമ്മൾ ചെയ്യുക. ഈ പുതിയ തലമുറയുടെ ഒരു മെൻറ്റാലിറ്റിക്കൊത്ത് കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ അവർക്ക് ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ ലളിതമായി മനസ്സിലാക്കുന്ന നിലക്ക് നമുക്ക് അതൊക്കെ നടത്താം. അതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ഓൾക്ക് ഒത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ബനി കള്ളു കുടിച്ചാന്ന് പറയാൻ പറ്റുമോ? കുറച്ചൊക്കെ ആണ് കുടിപ്പിക്കുക, എന്നിട്ട് പിന്നെ വലയിന്ന് പിന്തിരിപ്പിക്കാം. അതല്ല, അത് അവരെ നമുക്ക് അവരൊരു ഇതിനൊരു മനഃശാസ്ത്ര രീതിയുണ്ട്. ആ രീതിയാണ് പ്രബോധകരും മത നേതാക്കന്മാരൊക്കെ സ്വീകരിക്കേണ്ടത്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ പല സംഗതികളും നിരോധിക്കുന്നുണ്ട്, പലതും കൽപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യാൻ എനിക്ക് കഴിയില്ല, എനിക്ക് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി അയാൾക്ക് വിശ്വസിക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. അയാൾ വിശ്വസിച്ചു.
എന്നിട്ട് അയാളോട് ചോദിച്ചു, എന്താ എനിക്കിപ്പോൾ നിരോധിക്കൊന്നും ഒക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി അയാളോട് പറഞ്ഞു, ഒന്ന് നീ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഒരു സംഗതി നീ ചെയ്യണ ഒരു സംഗതി നീ ഒഴിഞ്ഞിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. അത് ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഒന്നെന്ന് ചോദിച്ചു. നീ കളവ് പറയുന്നു. അപ്പോൾ ഇയാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞാൻ കളവ് പറയില്ല. അങ്ങനെ ഇയാൾ പിന്നെ വ്യഭിചരിക്കണ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ വ്യഭിചരിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, വ്യഭിചരിച്ചാലിപ്പോൾ വ്യഭിചരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളവ് പറയേണ്ടി വരും. കളവ് പറയില്ല എന്ന് പറഞ്ഞിരിക്കണമല്ലോ. പിന്നെ വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കളവാവും. വ്യഭിചരിച്ചിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശിക്ഷ നടപ്പിലാക്കപ്പെടും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്യഭിചരിക്കാനില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും അയാൾ ഈ നയം സ്വീകരിച്ച് പൂർണ്ണമായിട്ട് എല്ലാത്തിനും ഒഴിഞ്ഞു. അതായിരുന്നു നബിൻ്റെ പ്രബോധന ശൈലി രീതിയൊക്കെ. ഒരു തന്ത്രമായിരുന്നു. അതെ, വളരെ മനഃശാസ്ത്രപരമായി. മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുതിയ ഒന്നല്ലല്ലോ. ഇത് പ്രവാചകന്മാർ സ്വീകരിച്ച ഒന്നാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അവരെ പ്രബോധനത്തിനൊക്കെ പ്രവാചകന്മാർ സ്വീകരിച്ചതാണ് മനഃശാസ്ത്ര രീതിയാണ്. റസൂലുള്ളാഹി അങ്ങനെയല്ലേ പറഞ്ഞത്. അവൻ ഇന്ന സംഗതി പറഞ്ഞു കൊടുക്കുക, അത് അവൻ വഴിപ്പെട്ട് ശരിയായി കഴിഞ്ഞാൽ ഇന്നത് പറഞ്ഞു കൊടുക്കുക. ഒന്നായിട്ട് നിസ്കരിക്കണം, നോമ്പ് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടാക്കലല്ലേ ഇത് കണ്ട്. അപ്പോൾ അവരെ മാനസികമായ അവസ്ഥ നോക്കി അവരെ ഓരോന്നിലേക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലക്ക് അവരെ ഉൾക്കൊള്ളിച്ച് കൊണ്ടിട്ട് അവരെന്താക്കി സംസ്കരിച്ചെടുക്കുകയാണ് റസൂലുള്ളാഹി. നമ്മൾ ഈ സമസ്തയുടെ സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പം മറ്റു വിഭാഗങ്ങൾ കൂടി സമസ്തയുടെ സമ്മേളനത്തിനുള്ള ആഹ്വാനവും പ്രചാരണവും പരസ്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് സമസ്ത എതിർക്കുകയാണോ? 100 തേച്ചവർക്ക് ആഘോഷിക്കാലോ. നമ്മൾ 100 തേഞ്ഞവരാണ്, നമ്മളത് ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ 100 തേക്കാൻ. പിന്നെ 100 തേഞ്ഞവർ. അപ്പോൾ അവരാഘോഷിക്കുന്നത് തള്ളി പറയുകയോ അത് ഇപ്പം നമുക്കിപ്പോൾ ആർക്കും ഇവിടെ എന്തും ആഘോഷിച്ചൂടെ. ഇപ്പോൾ 100 തേയാത്തവർക്ക് 100 തരത്തിൽ ആഘോഷിക്കാമല്ലോ. ജനം ഇതിന് വിലയിരുത്തുമല്ലോ. അതൊക്കെ ജനങ്ങളിലേക്ക് വിടേണ്ട കാര്യങ്ങളാണ്. അവരെ പരസ്യമായിട്ട് എതിർക്കേണ്ട അത്ര ആളുകളുണ്ടെങ്കിൽ. അല്ല, നമ്മളിപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയുമ്പോൾ പിന്നെ നമുക്ക് ആരെങ്കിലും 100-ാം വാർഷികം നടത്തുന്നുണ്ടോയെന്നോ, അത് നടത്തുന്നില്ലെന്നോ, അല്ലെങ്കിൽ 99-ആണോ, അല്ലെങ്കിൽ 35-ആണോ 40-ഓ, അവർക്ക് ഓരോരുത്തർക്കും അവരവർ പിന്നെ തികച്ച വർഷങ്ങൾ എന്താക്കാൻ നടത്താലോ. മറ്റൊരു കാര്യം, സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് സമസ്ത ഒരു പരാതി സർക്കാരിന് മുമ്പ് സമർപ്പിച്ചു. പക്ഷേ സ്കൂൾ സമയമാറ്റ ഉത്തരവ് ഇറങ്ങി. സമസ്ത എന്താണ് ഈ വിഷയത്തിൽ? അല്ലാതെ നമ്മൾ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞല്ലോ, പിന്നെ ആവശ്യപ്പെട്ടാൽ ഇനി അതിനെപ്പറ്റി പരിഗണിക്കുമെന്ന്. അപ്പോൾ ആവശ്യപ്പെടുക എന്നുള്ളവർക്ക് നമ്മളെ SKSF ഒക്കെ നിവേദനം നൽകിയിട്ടുണ്ടല്ലോ നേരിട്ട്. നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിക്കല്ല കൊടുത്തത്, നമ്മൾ മുഖ്യമന്ത്രിക്കാണ് കൊടുത്തിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് അവർ കൊടുത്താൽ ഇനിയും അവരെ സമീപനം എങ്ങനെയെന്ന് നോക്കുക, അതനുസരിച്ച്. ഒറ്റ കാര്യം കൂടി, അത് വ്യക്തിപരമാണ്. സമസ്തയുടെ ഒരു അധ്യക്ഷനാവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു അംഗീകാരവും ജന്മത്തിലെ അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സുഹൃത്തും ഒക്കെയാണ്. കാരണം ഒരധ്യക്ഷനല്ലേ ഉണ്ടാവുള്ളൂ, അതിനെല്ലാവരും കൂടി കിട്ടൂലല്ലോ. അത് കിട്ടൂല. അപ്പോൾ താങ്കൾ ഈ ഒരു അധ്യക്ഷനായതിനു ശേഷം ഈ ഒരു അധ്യക്ഷ പദവിയെക്കുറിച്ച് സന്തോഷിച്ചേതെങ്കിലും സാഹചര്യം, ഇതൊരു തമാശ അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടിയാക്കി താങ്കൾ അതിനെ കാണുന്നു, ഒരു സന്തോഷം, അല്ലെങ്കിൽ താങ്കൾ ഇതിൻ്റെ ഒരു പദവിയുടെ താങ്കൾ കാണുന്നത്? ഈ പദവി ഞാൻ കാണുന്നത് വെച്ചാൽ ഇത് വലിയ മഹാന്മാരുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു കണ്ണിയാണ് ഞാൻ. അപ്പോൾ അവർ പിടിച്ച ഒരു പാർശ്വം ഉണ്ടല്ലോ, ഒരു കയറ്, അതിന്മേൽ എനിക്കും പിടിക്കാൻ കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത് അവരെ പിന്തുണക്കാരനായി കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു ഭാഗ്യമാണ്. ആ വലിയ വലിയ മഹാന്മാരാണ് ഈ സ്ഥാനത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരൊരു പിൻഗാമിയായി കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊന്ന്. മറ്റ് വിശുദ്ധമാവുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനക്ക് ഒരു ആധികാരികമായിട്ടൊരു ഖിദ്മത്ത് ചെയ്യാനും കഴിഞ്ഞല്ലോ. അപ്പം ഇങ്ങനത്തെ പല ഘടകങ്ങളും കൂടുമ്പോൾ അതിലില്ലാത്ത സന്തോഷമാണുള്ളത്, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്വാഭാവികമായിട്ടൊരു സംഘടനയുടെ ഒരു ഭാരവാഹിത്വം അല്ലെ ചുമതലയൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് താങ്കൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു? അതങ്ങനെ തന്നെ. ഈ യുക്കത്തി ബൂക്ക ഫക്കത് കുദ്ദിബത്ത് ഉസുൽമീൻ കബരിക്ക് എന്ന് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞല്ലോ.
നബിയെ തങ്ങളവർ കളവാക്കിക്കാണെങ്കിൽ അതിൽ വിഷമിക്കൊന്നും വേണ്ട. ഇത് മുമ്പുള്ള അമ്പിയാക്കന്മാർക്കും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ എന്നതുപോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഒരാൾ എത്തിപ്പെട്ടാൽ അത് സ്ഥാനം പ്രധാനപ്പെട്ടതാവുക. എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനെതിരിൽ പലപ്പോഴും എന്തുണ്ടാവും എന്നറിയോ, എപ്പോഴും വിമർശനങ്ങളോ അല്ലെങ്കിൽ പിന്നെ ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും. കാരണം മൂപ്പരവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് മൂപ്പരവിടെ നിന്ന് ചാടണം എന്നല്ലേ ഉണ്ടാവുകയുള്ളൂ, അവിടെ നിന്ന് ഒഴിവാകണം എന്നല്ല. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണവരുണ്ടാവും, ഒഴിവായി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. ഇതിപ്പോൾ ഈ സമസ്തക്ക് മാത്രമല്ല, എല്ലാത്തിനും എല്ലാ സംഘടനയിലും അതുണ്ടാവും. നമ്മുടെ സംസ്ഥയുടെ മുഷാവറ അംഗമായിരുന്ന മാണിയൂർ ഉസ്താദിൻ്റെ ഒരു മരണം നമ്മൾക്ക് വല്ലാതെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. ഉസ്താദിൻ്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? ഉസ്താദിൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ 1977-78 ആണ് ആദ്യമായിട്ട് മൂപ്പരെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് എനിക്കൊരു 21 വയസ്സ് 20 വയസ്സൊക്കെ ഉണ്ടാവും. 21 വയസ്സ് തന്നെ. ഞാനന്ന് UP-യിൽ ദൈവബന്ധു ദാറുൽ അറബി കോളേജിൽ പഠിക്കുകയാണ്. അപ്പം അന്ന് മാണിയൂർ ഉസ്താദ് ഉണ്ട്. മൂപ്പർക്ക് ഒരു 5-8 വയസ്സൊക്കെ എന്നേക്കാൾ കൂടും. അന്ന് വിദ്യാർത്ഥിയാണ് അവിടെ. അന്ന് അവിടെ അയാൾ വിദ്യാർത്ഥിയാണ്. ഞങ്ങളൊക്കെ ഒരു ക്ലാസ്സിലായിരുന്നു. ഞാനും അയാളൊക്കെ ഒരു ക്ലാസ്സിൽ അവിടെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. അന്ന് മുതലുള്ള ബന്ധമാണ്. ആ ബന്ധം ഇതുവരെ തുറന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അയാൾ വളരെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. വളരെ വിനയമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആദരവുകളും ബഹുമാനങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഈ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. പലപ്പോഴും അതിനെപ്പറ്റി വളരെയധികം നല്ല നിലക്ക് പലരോടും മുമ്പിൽ പറഞ്ഞത് പലരും എന്നോട് വന്ന് പറയുന്നുണ്ട്. തങ്ങളെപ്പറ്റിയും ദൈവത്തിലുണ്ടായ പല അനുഭവങ്ങളും അതൊക്കെ മാണിയൂർ ഉസ്താദ് പറയാറുണ്ട്. അപ്പോൾ മാത്രമല്ല മൂപ്പരെ മുഷാവറയിൽ കൊണ്ടുവരുന്നതിലും ഞാനൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു. പിന്നെ വലിയ പണ്ഡിതന്മാരുടെ കുടുംബത്തിലുള്ള ആളാണ്. അവർ ഉമ്മാൻ്റെ ഭാഗത്ത് കൂടിയൊക്കെ പുറത്തിയിൽ ശേഖന്മാരെ അവിടേക്ക് ചെന്ന് മുട്ടുന്ന കുടുംബ പരമ്പരയാണ്. അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കൊക്കെ മൂപ്പരെ വിയോഗം വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമസ്തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും അതിനെ ആശീർവദിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിൻ്റെ പരലോക ജീവിതം സുഖസമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവരെ എല്ലാവിധ ദർജകളെയും അള്ളാഹു അവർക്ക് നൽകി ദർജകളെ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുമ്മ അഅ്ഫു അൻഹു, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുമ്മ അഇദ്ഹു മിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നതിഹി, അല്ലാഹുമ്മ തഖബ്ബൽ മിൻഹു ജമീഅ ഹസനാതിഹി, അല്ലാഹുമ്മ തജാവസ് അൻ സയ്യിആതിഹി, അല്ലാഹുമ്മ ഇജ്മഅനാ വഇയ്യാഹു ഫീ ജന്നാത്തിൻ നഈം. വളരെ നല്ല ഒരു നേതൃത്വം കേരളത്തിൽ സമസ്തയ്ക്ക് ഇക്കാലഘട്ടത്തിൽ കിട്ടിയ ഏറ്റവും മനോഹരമായ ശക്തമായ കരുത്തുറ്റൊരു നേതൃത്വം. ആ നേതൃത്വത്തിന് കീഴിൽ അടിയുറച്ച് നിൽക്കാനും അതോടൊപ്പം തന്നെ ഈ 100-ാം വാർഷികവും അതിനുശേഷവും സമസ്തയ്ക്ക് ഊർജ്ജസ്വലതയോടുകൂടി കേരളത്തിൽ തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ആളുകളുടെയും സ്വീകാര്യതയും അംഗീകാരവും നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുമാറാവട്ടെ. നമുക്ക് 100-ാം വാർഷിക സമ്മേളനം വളരെ വലിയൊരു പ്രതീക്ഷയോടുകൂടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്.